السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا مولانا محمد أشرف المرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى. ഈ പള്ളിയിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇഅ്തികാഫ് ഇരിക്കുവാൻ ഞാൻ കരുതി എന്ന നിയ്യത്തോടുകൂടെ നമ്മുടെ ഈ ഒത്തുകൂടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. وقال أبو علي الدقاق رضي الله تعالى عنه, അബ്ദുല്ലാഹി യാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ഇർഷാദുൽ യാഫിഈ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, വലിയ സൂഫി വര്യനായ അബൂ അലി ദഖ്ഖാഖ് തങ്ങൾ പറഞ്ഞു, ഫഇന്നല്ലാഹ തആല ഖസ്സ നബിയഹു വറസൂലഹു ബിമാ ഖസ്സഹു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ആ പ്രത്യേകതകളിൽ നിന്ന് ചിലതൊക്കെ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന മലമൂത്ര വിസർജനങ്ങളൊക്കെ, വിസർജ്യ വസ്തുക്കളൊക്കെ പെട്ടെന്ന് ഭൂമി വിഴുങ്ങിക്കളയും. അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോട്ടുവായ ഇടുകയില്ല. അവിടത്തേക്ക് തീരെ കോട്ടുവായിടുന്ന, ഒരിക്കലും കോട്ടുവായിടേണ്ട ഒരു അവസ്ഥ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നിട്ടില്ല. അതേപോലെ അവിടുത്തെ വിയർപ്പുകൾക്ക് സുഗന്ധമല്ലാതെ ദുർഗന്ധം ഉണ്ടാവുകയില്ല. വിയർപ്പൊക്കെ നല്ല സുഗന്ധമായിരുന്നു, നന്നായിട്ട് വിയർക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ്. പക്ഷെ ആ വിയർപ്പിന് സുഗന്ധമായിരുന്നു ഉണ്ടായിരുന്നത്, നല്ല വാസനയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടുകൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈ ആരെങ്കിലും പിടിച്ചാൽ, അവിടുത്തെ കൈ മുസാഫഹത്തിന് വേണ്ടി ആരെങ്കിലും പിടിച്ചാൽ, മുസാഫഹത്ത് അത് സുന്നത്താണ്. അത് കെട്ടൽ ഹറാമാക്കപ്പെട്ട പെണ്ണുങ്ങളായിരുന്നാലും അവരോട് മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. അപ്പൊ ഭാര്യയ്ക്ക് മുസാഫഹത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. സ്വന്തം മക്കൾക്ക്, പെൺകുട്ടികൾക്ക്, സ്വന്തം മക്കള്, മരുമക്കള്, അതേപോലെ തന്നെ ഉമ്മ, പെങ്ങന്മാരുടെ മക്കള്, നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന കെട്ടൽ ഹറാമാക്കപ്പെട്ട, വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട, നമുക്ക് കാണാൻ പറ്റുന്ന ആളുകളുമായിട്ടൊക്കെ മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. മുസാഫഹത്ത്, സലാമ്, മുസാഫഹത്ത്, മുആനഖത്ത്. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് സലാം. കഴിഞ്ഞ പാഠത്തില്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സലാമിനെ പറ്റി പറഞ്ഞു. അത് പൂർത്തിയായിട്ടില്ല. സമയാനുസൃതം അത് നമ്മൾ പൂർത്തിയാക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ സലാം, അത് എപ്പോഴും സലാം ചൊല്ലാവുന്നതാണ്. ഇപ്പൊ ഒരാള് ഇവിടുന്നാണ്ട് പോയി മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്, നമ്മളെ ഇടയിൽ നിന്ന് ഒരാൾ മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി, തിരിച്ചു വന്നാൽ സലാം ചൊല്ലൽ സുന്നത്താണ്. ജനങ്ങളുമായി ഒരു വിട്ടുപിരിയൽ ഉണ്ടായാൽ, ഒരു മറയൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ സലാം പറയൽ സുന്നത്തുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് കണ്ടിറങ്ങി, പള്ളിക്കൽക്ക് ബഹുറസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ സലാം ചൊല്ലിയിട്ടാണ്, വീട്ടുകാരിക്ക് സലാം ചൊല്ലി, പെരക്കാരിക്ക് സലാം ചൊല്ലിയിട്ടാണ് പോയത്. ബഹുറസ്കരിച്ച് കഴിഞ്ഞ് വരുമ്പോൾ സലാം ചൊല്ലൽ സുന്നത്താണ്. കുറച്ച് കഴിഞ്ഞ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി, ഫോൺ ചെയ്യാനോ, റേഞ്ച് കിട്ടാത്തത് കൊണ്ട് ഫോൺ ചെയ്യാനോ മറ്റോ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ വീണ്ടും വീട്ടിലേക്ക് വന്നാൽ സലാം ചൊല്ലൽ സുന്നത്താണ്. ഇങ്ങനെ ഒരു വേർപിരിയൽ, ഒരു അഭാവം വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ സലാം പറയുന്നത് സുന്നത്തുണ്ട്. അതേപോലെ രണ്ടുപേരെ എപ്പോൾ കണ്ടുമുട്ടുമ്പോഴും മുസാഫഹത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാർ, അവർ മുസാഫഹത്ത് ചെയ്യൽ സുന്നത്തില്ല. അതേപോലെ തന്നെ താടിയും മീശയും ഇല്ലാത്ത കുട്ടികളെ, അവരെയും മുസാഫഹത്ത് ചെയ്യൽ സുന്നത്തില്ല. വലിയ രോഗങ്ങളൊക്കെ ബാധിച്ച് സാധാരണ ജനങ്ങളൊക്കെ
പകർച്ചവ്യാധിയാണ് എന്ന് പറയുന്ന രോഗങ്ങൾക്കുള്ള ആൾക്കാർ, അവരെയും മുസാഫഹത്ത് ചെയ്യൽ സുന്നത്തില്ല. രോഗം പടരുന്നത് കൊണ്ടിട്ടല്ല, ഒരുപക്ഷെ മുസാഫഹത്ത് കൊണ്ടിട്ട് പകർന്നു എന്നുള്ള ഒരു തെറ്റായ ധാരണ വന്നേക്കാം എന്നതുകൊണ്ടാണ്. പകർച്ചവ്യാധി എന്ന ഒന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലില്ല. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഒന്നും നടക്കൂല. ഒരു അണുവിന് മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ രോഗമുണ്ടാക്കുവാനോ സ്വന്തമായ കഴിവൊന്നും ഇല്ല. അതൊക്കെ അള്ളാഹു കൊടുക്കുന്നതാണ്. അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടിട്ടേ അതൊക്കെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഇപ്പൊ തീയിന് തന്നെ സ്വന്തമായി കഴിവില്ലല്ലോ. തീയിന് സ്വന്തമായി കഴിവില്ലാത്തതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തീയിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 40 ദിവസം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിൽ കഴിഞ്ഞു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 40 ദിവസം തീക്കുണ്ടാരത്തിൽ കഴിഞ്ഞിട്ട് തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബിക്ക് ഒന്നും പറ്റിയില്ല. നേരെ മറിച്ച് ആ തീക്കുണ്ടാരത്തിൽ നിന്നിട്ടുള്ള തീപ്പൊരികൾ മറ്റു പലരുടെ ശരീരത്തിലും ഓട്ടകൾ ഉണ്ടാക്കി. ഫിർഔനിക്ക് വരെ നമ്രൂദിനിക്ക് വരെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി. നമ്രൂദാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശത്രു. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇന്നന്നാറ ലൻ തദുറ അഹിബ്ബായി, തീർച്ചയായിട്ടും തീ എന്റെ അഹിബ്ബായിനെ, എന്റെ പ്രിയക്കാരായ ആൾക്കാരെ, എനിക്ക് മഹബത്തുള്ള ആൾക്കാരെ, അവർക്കൊന്നും തീ ഒരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കുകയില്ലെന്ന് ഖുദ്സിയായ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അപ്പോ അതിനൊക്കെ സ്വന്തമായി ഒന്നിനും കഴിവില്ല. നക്ഷത്രങ്ങൾ, അതേപോലെ തന്നെ ഗ്രഹങ്ങൾ, ഇവകൾക്കൊക്കെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തോടുകൂടെ നക്ഷത്ര ശാസ്ത്രം പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ജ്യോത്സ്യന്മാരായ ആളുകളെ ആ രൂപത്തിൽ സമീപിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് സ്വന്തമായി കഴിവുണ്ടെന്നാണ് ജ്യോത്സ്യന്മാരായ ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെ മുനച്ചിമീങ്ങളായ ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. കിതാബുകളിലൊക്കെ കാണും മുനച്ചിമീങ്ങളായ ഒരു കൂട്ടർ. മുനച്ചിമീങ്ങളായ കൂട്ടർ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾക്ക്, ഗ്രഹങ്ങൾക്ക് അതിനൊക്കെ സ്വന്തമായി കഴിവുകളുണ്ട്. അവൾക്കൊക്കെ വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുകളുണ്ട്. ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നടത്തുന്നത് കവാക്കിബുകളാണ്, നക്ഷത്രങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ പറ്റിയിട്ടാണ് ജ്യോത്സ്യന്മാർ എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ജ്യോത്സ്യന്മാരായ ആൾക്കാർ അവരെ സമീപിക്കുകയും അവരോട് എന്തെങ്കിലും കാര്യം പറയുകയും അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ നടന്നാൽ തന്നെ അതൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്നത് വലിയ കുറ്റകരമാണ്, വലിയ തെറ്റായ കാര്യമാണ്. ഈ അള്ളാഹു അല്ലാത്ത ഏത് സാധനമായിരുന്നാലും ശരി, അവർക്കൊന്നും യാതൊരു കഴിവുമില്ല. അള്ളാഹു കൊടുത്ത കഴിവല്ലാത്ത ഒരു കഴിവും അവർക്കില്ല. അള്ളാഹു കൊടുത്ത കഴിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങളായ ആൾക്കാരോടൊക്കെ സഹായം ചോദിക്കുന്നത്. അതൊക്കെ അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവുകളെ കൊണ്ട് സഹായം ചോദിക്കുകയാണ്. അവർക്കൊന്നും സ്വന്തമായി ആർക്കൊന്നും കഴിയാൻ സാധിക്കില്ല. വിശുദ്ധ ഖുർആൻ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് പകർച്ചവ്യാധി എന്ന് പറയുന്ന ഒന്നില്ല. പക്ഷേ ഈമാന് കുറവുള്ള ആൾക്കാർക്ക് അത് തോന്നും, ഞാൻ അവിടെ പോയതുകൊണ്ടാണ് എനിക്ക് രോഗം വന്നത്, അല്ലെങ്കിൽ ഓന്റെ കൈ പിടിച്ചുകൊണ്ടിട്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത് എന്നൊക്കെ ഒരു തോന്നൽ വരും. ആ തോന്നൽ ഇല്ലാതെയാക്കാനാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇങ്ങനെ പകർച്ചവ്യാധി പോലത്തെ രോഗങ്ങൾ, അത്തരം രോഗങ്ങൾക്കുള്ള ആളുകൾക്ക് മുസാഫഹത്ത് ചെയ്ത് അത് സുന്നത്തില്ല. അല്ലാത്ത ഭാര്യയായിരുന്നാലും, അതേപോലെ തന്നെ ഇനിയിപ്പോ നമ്മൾ ഗൾഫിൽ പോകുന്ന അവസരത്തിൽ അല്ലെങ്കിൽ വിദൂര യാത്ര നടത്തുന്ന അവസരത്തിലൊക്കെ അസ്തഗ്ഫിറുല്ലാഹുമ്മ എന്നുള്ള വദിഅത്ത് പറയൽ സുന്നത്താണ്. ആ വദിഅത്ത് എല്ലാവരോടും പറയൽ സുന്നത്താണ്. അള്ളാഹുവെ, ഞാൻ എൻ്റെ ഭാര്യനെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ബന്ധപ്പെട്ടവരെ, എൻ്റെ വീടിനെ ഒക്കെ നിന്നിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹുമ്മല്ലദീ ലാ യുളീഉ വദാഇഅഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവസരത്തിൽ അസ്തഗ്ഫിറുല്ലാഹുമ്മ, അല്ലാഹുവേ, എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോകുന്നു. ഇതൊക്കെ നിന്നെ ഏൽപ്പിച്ചു പോവാണ്, ഞാൻ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടല്ല പോകുന്നത്. ലാ യുളീഉ വദാഇഅഹു, അള്ളാഹിനെ എന്തെങ്കിലും ഏൽപ്പിച്ചാൽ അള്ളാഹ് അത് ശ്രദ്ധിക്കും, അള്ളാഹ് അത് പാഴാക്കൂല. അള്ളാഹ് വേണ്ട മാതിരി അത് ശ്രദ്ധിക്കും. അസ്തഗ്ഫിറുല്ലാഹുമ്മ ദീനി വ അഹ്ലി വ മാലി വ ഇയാലി, അള്ളാഹു എല്ലാം, ഭാര്യനെ, മക്കളെ, ഉമ്മാനെ എല്ലാം നിന്നെ ഏൽപ്പിച്ചു പോകുന്നു എന്ന് പറഞ്ഞു പോകലാണ് സുന്നത്ത്. അപ്പോ ഈ മുസാഫഹത്ത് ചെയ്യുക എന്നുള്ളത് അത് നേരത്തെ പറഞ്ഞ ആൾക്കാർക്കൊക്കെ മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. ചെറിയ കുട്ടികൾക്ക് കൈ കൊടുക്കൽ സുന്നത്തുണ്ട്.
നേരത്തെ പറഞ്ഞ ആ രൂപത്തിലുള്ള കുട്ടികളില്ലാത്ത കുട്ടികൾക്ക് കൈ കൊടുക്കൽ സുന്നത്തുണ്ട്. എന്നാൽ മുആനഖത്ത് ആലിംഗനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആലിംഗനം ചെയ്യല് അതൊരു യാത്ര കഴിഞ്ഞ് വരുന്ന ആളെയാണ് ആലിംഗനം ചെയ്യൽ സുന്നത്ത്. യാത്ര കഴിഞ്ഞ് ഹലാലായ യാത്ര, അത് ഹജ്ജ് യാത്രയായിരുന്നാലും ഉംറ യാത്രയായിരുന്നാലും ഇനി ഗൾഫിൽ നിന്ന് വരികയായിരുന്നാലും ശരി, അങ്ങനെ യാത്ര കഴിഞ്ഞ് വരുന്ന ആളെ ആലിംഗനം ചെയ്യലാണ് സുന്നത്ത്. യാത്ര പോകുന്ന ആളെ ആലിംഗനം ചെയ്യൽ സുന്നത്തൊന്നുമില്ല. ചെയ്തിട്ട് കുഴപ്പമില്ല, അത് സുന്നത്തുള്ള കാര്യമൊന്നുമല്ലത്. അത് നമ്മുടെ നാട്ടിലെ ഒരു നടപ്പാണ്. യാത്ര പോകുന്ന ആളെ കരിപ്പൂർ എയർപോർട്ടിലൊക്കെ ചെന്നാൽ ആ പോകാൻ നേരത്തെ എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ചിട്ടാണ് എന്ത് ചെയ്യല്, അവിടെ പോകല്. അത് നാട്ടിന്റെ ഒരു പതിവ് എന്നേ ഉള്ളൂ. നാട്ടിന്റെ ഒരു പതിവ്, നമ്മുടെ നാട്ടിന്റെ ഒരു ശൈലി എന്നല്ലാതെ. അപ്പൊ നമ്മൾ മാത്രമല്ലല്ലോ, നമ്മളല്ലാത്ത ആൾക്കാരും ആവുമല്ലോ. നമ്മളല്ലാത്ത ആൾക്കാരും ഏത് ചെയ്യുന്നുണ്ട്, പിന്നെ ആലിംഗനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ അത് നാട്ടിന്റെ ഒരു ശൈലി എന്നേ ഉള്ളൂ. അവിടെ സുന്നത്തുള്ളത് യാത്ര കഴിഞ്ഞ് വരുമ്പോ, ഖുദൂമു സഫർ, യാത്ര കഴിഞ്ഞ് വരുമ്പോ ആ അവസരത്തിൽ ആലിംഗനം ചെയ്യലാണ് സുന്നത്ത്. എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കണം. കഴിവിന്റെ പരമാവധി ആ സുന്നത്തനുസരിച്ച് തന്നെ നടത്താനും ശ്രമിക്കണം. എല്ലാം അങ്ങനെയാണ്. ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവിടെ ബിദ്അത്ത് കടന്നു വരും. സുന്നത്ത് പോയാൽ ബിദ്അത്ത് വരും. അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത ഉറപ്പുള്ള കാര്യമാണ് ബിദ്അത്ത്. അനാചാരം എന്നുള്ള വല്ലാത്ത ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ സുന്നത്തുകളെ തന്നെ നമ്മൾ അഹ്ലു സുന്നയാണ്, സുന്നത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിശേഷണങ്ങൾ നൽകി. ആ വിശേഷണങ്ങൾ മറ്റുള്ള ആൾക്കാർക്കൊന്നും കൊടുക്കാത്ത രൂപത്തിലുള്ള വിശേഷണങ്ങൾ നൽകി. എന്നാൽ ആ കാര്യങ്ങളിലൊന്നും അള്ളാഹു പ്രത്യേകിച്ചെടുത്ത് പറയാതെ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹിന്റെ പ്രത്യേകതകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രത്യേകത എടുത്തിട്ട് റസൂലുള്ളാഹിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ധാരാളം ഖുസൂസിയാത്തുകൾ, ഖസായിസുൻ നബി, ഖസായിസുൽ കുബറ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എനിക്ക് ഒരു കിതാബ് തന്നെയുണ്ട്. അതിൽ ഖസായിസുൽ കുബറ എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ, മറ്റുള്ള ആളുകൾക്ക് ഇല്ലാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ ഇങ്ങനെ വിശദീകരിക്കുന്ന കിതാബാണ്. റസൂലുള്ളാഹിന്റെ പ്രത്യേകതകൾ തന്നെയാണ് അതിൽ പറയുന്നത്. ഇത്രയും പ്രത്യേകതകൾ ഉണ്ടായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട് റസൂലുള്ളാഹിന്റെ പ്രത്യേകതകൾ എന്നിട്ട് അള്ളാഹ് എടുത്തു പറഞ്ഞ് റസൂലുള്ളാഹിനെ അഭിനന്ദിച്ചത് ഒറ്റ വിഷയത്തിലാണ്. അതേതാണ്? മഹാനായ അബൂ അലി ദഖാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മ ലം യുസ്നി അലാ ശൈഇൻ മിൻ ഖിസാലിഹി ബിമിസ്ലി മാ അസ്ന അലൈഹി മിൻ ഖുലുഖിഹി ഫഖാല അസ്സ മിൻ ഖാഇൽ വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ തങ്ങൾ അത്യുന്നത സ്വഭാവമുള്ള ആളാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അത്യുന്നത സ്വഭാവമുള്ള ആളാണ്. മറ്റുള്ള ആർക്കും ഇല്ലാത്ത ഉന്നതമായ ഒരു സ്വഭാവത്തിന്റെ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിരിക്കുമ്പോൾ മറ്റു ഭാര്യമാരെ വീട്ടിൽ നിന്നൊരു പലഹാരം ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്ന് കൊടുത്തു. അത് ആയിഷ ബീവിക്ക് പറ്റിയില്ല. റസൂലുള്ളാഹി എന്റെ പേരയിൽ ഉണ്ടാകുമ്പോൾ പിന്നെന്തിനാ അവള് ഈ ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ള സ്ത്രീയുടെ സഹജമായ ഒരു സ്വഭാവം അത് ആയിഷ ബീവി പ്രകടിപ്പിച്ചു. ആ കൊണ്ടുവന്ന പാത്രം കൈകൊണ്ട് തട്ടണ്ട് കൊടുത്തു. അത് താഴെ വീണ് പൊട്ടിപ്പോയി. പലഹാരാണ് റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുള്ളത്, പാത്രം തിരിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള വേണ്ടത്. സാധനം കൊടുത്താൽ പാത്രം തിരിച്ചു കൊടുക്കുക. പഴയ കാലത്ത് സഞ്ചി വരെ നമ്മൾ തിരിച്ചു കൊടുക്കും. ഇനി സഞ്ചി തിരിച്ചു തരാൻ പോകണം. ഇനിയിപ്പോ എല്ലാവരും സഞ്ചിയിട്ട് നടക്കേണ്ടി വരും. ഇന്നലെ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ സ്വിപ്പായി പോയി, കാരണം സഞ്ചി ഇല്ല. അപ്പൊ ആ പഴയ കാലത്തെ സമ്പ്രദായം നമ്മളിങ്ങനെ സഞ്ചിയിട്ടാണ് പോകുന്നത്. റേഷൻ ഷാപ്പിലേക്കൊക്കെ പോകുമ്പോൾ 2-3 സഞ്ചിയൊക്കെ കൊണ്ടുപോകും. അങ്ങനെയുള്ള സഞ്ചി സമ്പ്രദായം തിരിച്ചു വരികയാണ്. അല്ലാഹു ആലം എത്ര കാലം മുന്നോട്ട് പോകുന്ന അറിയില്ല. ഏതായിരുന്നാലും ആ സഞ്ചി, ഒരു സാധനം സഞ്ചിയിലുണ്ട് കൊടുത്താൽ, ഒരു പാത്രത്തിൽ കൊടുത്താൽ അത് തിരിച്ചു കൊടുക്കുന്ന പതിവായിരുന്നു എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിച്ച് ആ ചായന്റെ കാശ് കൊടുത്തിട്ട് ചായ കുടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ നഷ്ടപരിഹാരം കൊടുക്കണം. കാരണം നമ്മൾ ഗ്ലാസ്സല്ലേ മേടിച്ചില്ല, ചായ മേടിച്ചില്ല. നേരെ മറിച്ച് ഫ്രീ ആയിട്ട് ചായ തരികയാണെങ്കിൽ
ക്ലാസ് നമ്മളെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല. കാരണം നമ്മളവിടെ ഒന്നും മേടിച്ചിട്ടില്ല. ഓനോന്റെ ഇഷ്ടത്തിന് തന്നാണ്, നമ്മൾ അബദ്ധത്തിന് വന്നതാണ്. ഫ്രീ ആയിട്ട് ചായ തന്ന് ക്ലാസ് കണ്ട് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല. കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നത് ചായയാണ്. ക്ലാസ് പൊട്ടിയാൽ ക്ലാസ്സിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ്. അപ്പോ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹക്ക് ഇതാണ് തോന്നിയത്. എന്റെ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ ചെയ്യല്ലോ, വേറെ ആൾ ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത്? അപ്പൊ അതുകൊണ്ട് അതിനോടുള്ള ഒരു വെറുപ്പ് പ്രകടിപ്പിച്ചു. അതാകെ പൊട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ട് ആ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്തു. ആ പ്ലേറ്റിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ട് റസൂൽ ഒരു വാക്ക് പറഞ്ഞു, വാറത്ത് ഉമ്മുക്കും എന്ന് പറഞ്ഞു. വാറത്ത് ഉമ്മുക്കും. അപ്പൊ വന്ന ആൾക്കാരൊക്കെ പകച്ചു നിൽക്കുകയാണ്. ചെയ്യുന്നത് ആരാ? ആയിഷ ബിയല്ലേ ചെയ്യണത്. ആയിഷ ബി ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചിട്ടായി ചെയ്യണത്. ആയിഷ ബി റളിയല്ലാഹു തആല അൻഹാന്റെ ഒരുപാട് വിഷയങ്ങൾ റസൂലുള്ളാഹ് വളരെ ക്ഷമയോടുകൂടെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആയിഷ ബി ചെറുപ്പമായിരുന്ന ആളെ 6-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 9-ാമത്തെ വയസ്സിൽ വിട്ടുകൂടി. 18-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹ് വഫാത്തായില്ലേ. ആയിഷ ബിക്ക് 18 വയസ്സുണ്ടാവുമ്പോഴാണ് റസൂലുള്ളാഹ് വഫാത്താകുന്നത്. വേറെ ഭർത്താക്കന്മാരൊന്നും ആയിഷ ബി സ്വീകരിച്ചിട്ടില്ല. പിന്നെയും ഏകദേശം 58-59 വയസ്സ് വരേക്കും ആയിഷ ബി റളിയല്ലാഹു തആല ജീവിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ വാക്ക് ഇതാണ്, വാറത്ത് ഉമ്മുക്കും. നിങ്ങളമ്മാക്ക് ദേഷ്യം പിടിച്ചു. അങ്ങനെയാണ് നിങ്ങളമ്മാക്ക്. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ പറ്റി പറയേണ്ടത്. നിങ്ങളമ്മാക്ക്. റസൂലുള്ളാഹിന്റെ ഭാര്യമാര് മുഴുവനും നമ്മളമ്മയാണ്. നമ്മളമ്മ. ആയിഷ ബീവി നമ്മളമ്മയാണ്. ഖദീജ ബീവി നമ്മളമ്മയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പറയുമ്പോഴൊക്കെ എപ്പോഴും അങ്ങനെ പറയാം, നമ്മളമ്മ ഖദീജ ബീവി, നമ്മളമ്മ ആയിഷ ബീവി. അപ്പൊ ഒരു സ്നേഹമുണ്ട്, ഒരു ബഹുമാനമുണ്ട്, ആദരവും ഒക്കെ ആ വാക്കിലുണ്ട്. നമ്മളമ്മ എന്നേ പറയുള്ളൂ, അങ്ങനെ പറയുള്ളൂ. വഅസ്വാജുഹു ഉമ്മഹാത്തുഹു എന്ന് ഖുർആനിൽ പറഞ്ഞല്ലേ. ഒക്കെ പെറുക്കിയെടുത്തപ്പോ ആയിഷ ബീവിന്റെ മനസ്സ് മാറി. ആയിഷ ബീവി പൊരുത്തപ്പെടിച്ചു, എന്റെ അടുത്ത് വന്നു പോയതാണ്, തെറ്റ് വന്നു പോയതാണ്. ഒരു മനുഷ്യനിൽ നല്ല സ്വഭാവം ഉണ്ടാവും, ചീത്ത സ്വഭാവം ഉണ്ടാവും. ചീത്ത സ്വഭാവം മിക്ക 99% ആളുകളിലും ചീത്ത സ്വഭാവം കുറവായിരിക്കും. അത് വളരെ കുറവായിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കുള്ളൂ. ആ പ്രകടിപ്പിക്കുന്നത് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ഏതുപോലെയെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആയുസ്സിൽ ഭൂരിപക്ഷവും ആരോഗ്യമുള്ള സമയം തന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം നമുക്ക് അനാരോഗ്യം തന്നിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ പനി പനിക്കുകയാണെങ്കിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് 24 മണിക്കൂറും പനിക്കുക എന്നുള്ളതൊക്കെ അപൂർവമാണ്. അത് കുറച്ച് പനിക്കും, പിന്നെ മാറും. എല്ലാ അസുഖങ്ങളും അങ്ങനെയാണ്. പക്ഷേ ഖുലിഖൽ ഇൻസാനു ജസൂഅ, മനുഷ്യന്റെ പ്രകൃതി അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ. എന്തെങ്കിലും ഒന്നാണ് കാണുമ്പോഴത്തേക്ക് അസ്വസ്ഥത പ്രകടിപ്പിക്കും. 2 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ, അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പല ജോലിക്ക് വേണ്ടി ഗൾഫ് നാടുകളിലും അതേപോലെ തന്നെ യൂറോപ്യൻ നാടുകളിലൊക്കെ ജോലിക്ക് വേണ്ടി അദ്ദേഹം ശ്രമം നടത്തുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല, വിജയിക്കണില്ല. അപ്പൊ അദ്ദേഹം വന്ന് പരാതി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, എന്നോട് ഭാര്യ പറഞ്ഞു, പടച്ചോൻ എന്താ നമ്മളെങ്ങനെ പരീക്ഷിക്കണം, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ചോദിച്ചിപ്പോ എന്തേ പരീക്ഷണപ്പം എന്തുണ്ടായി? അല്ല, ജോലിയൊന്നും ശരിയാവില്ല, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ നമ്മളോട് അങ്ങനല്ല, നമ്മളോടെന്താ അന്ന് അങ്ങനെ കാട്ടുന്നത്? നമ്മളോടെന്താ അന്ന് അങ്ങനെ കാട്ടുന്നത്? നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ആരെയും ഒന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ നമ്മളോടെന്താ അന്ന് അങ്ങനെ കാട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പറയാൻ പാടില്ല. എന്താ പറഞ്ഞത്? പലസ്തീനികളോട് അന്ന് എന്തെങ്ങനെ കാട്ടിയത്? ലബനാനികളോട് എന്താ അന്ന് എങ്ങനെ കാട്ടിയത്? ചൂരൽ മലക്കാരോട് അന്ന് എന്തെങ്ങനെ കാട്ടിയത്? അങ്ങനൊന്നും പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ചില പരീക്ഷണങ്ങൾ നൽകും. അത് കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറും. ഹദീസിൽ കാണാൻ കടലിന്റെ തിരമാലകളെ പോലെയാണ്. മുസീബത്തുകളും വിഷമങ്ങളും വരുന്നത് കടലിന്റെ തിരമാലകളെ പോലെയാണ്. മൗജുൻ ക മൗജിൽ ബഹരി എന്ന് ഹദീസിൽ കാണാം. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ടിട്ട് ഹാഫിദ് ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, എന്താണ് അങ്ങനെ റസൂലുള്ളാഹി പറയാൻ കാരണം? കടലിലെ തിരമാലകളെ പോലെ എന്ന് പറയാനുള്ള കാരണം എന്താ? അതിങ്ങോട്ട് ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ വരും, ഇന്നങ്ങാണ്ട് പോവുകയും ചെയ്യും. അല്ലേ? കടലിന്റെ തിരമാല ഭയങ്കര ശക്തിയിൽ ഇങ്ങോട്ട് വരും, ഭയങ്കരമായിട്ട് വരും, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് വരും, കുറച്ച് കഴിഞ്ഞാൽ പോകും. ഇതാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളുടെ അവസ്ഥ. അതാണ്. അവ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിന്ന് അതിജയിക്കാൻ നമുക്ക് കഴിയണം. നമ്മളിപ്പോ ഒന്നും ചെയ്തില്ല, നമ്മൾ എന്താ ചെയ്തത്? നമ്മളെന്താ ചെയ്യുന്നത്? നിസ്കരിക്കാൻ നിന്നാൽ ആ നിസ്കാരം അള്ളാഹിന്റെ മുന്നിലാണെന്ന് വിചാരിച്ചിട്ട് നമ്മള് മറ്റു ചിന്തകളിൽ നിന്ന് മുക്തമാകുന്നുണ്ടോ?
എന്തെല്ലാം തെറ്റുകൾ ദിവസം ചെയ്യുന്നു. എന്നിട്ടും നമ്മൾ അഹങ്കരിക്കുകയാണ്. പടച്ചോൻ എന്താ? പടച്ചോൻ നമ്മളൊരു അടിമന്റെമായി. നമുക്കതൊക്കെ ആര് ചെയ്തു തന്നോളം, അമ്മ ചെയ്തു തന്നോളം, നമ്മളൊരു അടിമ. അതിൽ തന്നെ അങ്ങനെ തന്നെ പടച്ചോനെ ഇങ്ങോട്ട് കൊണ്ട നമ്മൾ അമ്മാനടുത്തൊന്നും കൊടുത്ത് ഏൽപ്പിച്ചമാരെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട. ആ ചോദ്യം തന്നെ പലപ്പോഴും അതപകേടായിട്ട് വരുന്നുണ്ട്. അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം തന്നെ അതപകേടായിട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് പോലും പറഞ്ഞുകൂടാ. അറഫയിൽ വെച്ച് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അവരെല്ലാവരും കൂടി പങ്കെടുക്കുന്ന ഒരു ദ്വായില്, അറഫയിൽ വെച്ചൊരു ദ്വാര, ഉസ്താദിന്റെ ദ്വാ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി. അറഫയിൽ വെച്ച് ഉസ്താദ് ദ്വാരക്കാണ്, പടച്ചോനെ എന്താണ് ചോദിക്കേണ്ടത് കൂടി അറിഞ്ഞൂടാ, എന്താണ് എന്നോട് ചോദിക്കേണ്ടത് എന്ന് അറിയില്ല, എന്ത് ചോദിക്കണം എന്ന് അറിയില്ല. അതുകൊണ്ട് എന്താണ് തരേണ്ടതെന്ന് അള്ളാഹ്ക്ക് അറിയാലോ, നമുക്ക് ചോദിക്കാൻ നിശ്ചയില്ല. ഉസ്താദ് ദ്വാരക്കാണ്, നമുക്ക് ചോദിക്കാൻ നിശ്ചയില്ല, എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല. നമ്മളൊക്കെ അവസ്ഥ തന്നെയാണ്. ജല്ലജലാലുവായ അള്ളാഹുവിനോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. മഹാന്മാരായ ആൾക്കാരൊക്കെ ചോദിച്ചമാരി ചോദിക്കാൻ നമുക്ക് കഴിയണം. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ഏറ്റവും നല്ല സ്വഭാവം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ പറ്റി, അത് ഏറ്റവും നല്ല സ്വഭാവം എന്ന് ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു തആല വിശേഷിപ്പിച്ചു. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഐസിബി റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ. റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഖുർആനിൽ പറഞ്ഞതുപോലെയായിരുന്നു അവിടുന്ന് പ്രവർത്തിച്ചിരുന്നത്. ഖുർആനിൽ പറഞ്ഞതുപോലെയായിരുന്നു. പ്രതികാരം എന്നതോ വിദ്വേഷം എന്നതോ അവിടുത്തെ മനസ്സിലുണ്ടായിരുന്നില്ല. വെറുപ്പ്, പ്രതികാരം, വിദ്വേഷം, പക, ഇതൊന്നും അവിടുത്തെ മനസ്സിൽ തീരെ ഉണ്ടായിരുന്നില്ല. എത്രമാത്രം ആക്രമിച്ച് വേദനിപ്പിച്ച ആളുകളോട് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് പെരുമാറിയത്. അത് വല്ലാത്ത ഒരു ഹൃദയ വിശാലതയായിരുന്നു. നബിയെ, തങ്ങൾ ഒരു പരുത്ത സ്വഭാവക്കാരനായിരുന്നെങ്കിൽ അവരാരും തങ്ങളുടെ കൂടെ കൂടുമായിരുന്നില്ല. മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മിമ്മൻ തഅല്ലംതൽ ഖുലുഖ, നിങ്ങളെ സ്വഭാവം നല്ല സ്വഭാവമാണല്ലോ, നിങ്ങൾക്ക് ഇവിടെ നീ നല്ല സ്വഭാവം കിട്ടിയത്? ചില ഉസ്താദുമാരുടെ സമീപിക്കുമ്പോൾ അവരുടെ ഒക്കെ സ്വഭാവം, അതിൽ ഏറ്റവും വലിയ വിശാലമായ സ്വഭാവമാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ്. എത്ര തിരക്കാണെങ്കിലും, ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എത്ര ക്ഷീണമാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഒക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എല്ലാവരോടും സംസാരിക്കുന്നു. തൻ്റെ സൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിവെച്ച് സംസാരിക്കുന്നു. അതേ നല്ല വളരെ തെളിഞ്ഞ സഹനശക്തിയുള്ള സ്വഭാവമായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആരോടും എത്ര നേരം വേണമെങ്കിലും തങ്ങൾ സംസാരിക്കും. ഒരു വിഷമം തങ്ങൾ പ്രകടിപ്പിക്കില്ല. രാത്രി 2 മണി, 1 മണി, 3 മണി വരെ ഒക്കെ ചിലപ്പോൾ അവിടെ വീട്ടിൽ വരുന്ന ആളുകളെ സ്വീകരിച്ച്, അപ്പോഴൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് എല്ലാവരും പോയതിന് ശേഷം ഭക്ഷണം പോയി കഴിക്കും. അടുപ്പത്ത് നിന്ന് ചൂടാക്കിയിട്ട് തങ്ങൾ സ്വന്തം തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും, പരക്കാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മൾ വായിച്ചു പഠിക്കണം. അത്രക്കും ഞാൻ തന്നെ പലപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നല്ല തിരക്കിന്റെ ഇടയിലും മഹാനവറുകൾ വീട്ടിലത്തെ വർത്താനങ്ങളും പാപ്പാന്റെ വർത്താനങ്ങളും ഒക്കെ ചോദിക്കും. ആ തിരക്കിന്റെ ഇടയിൽ അങ്ങനെ അപൂർവം ചില നേതാക്കന്മാരാണ് ആ രൂപത്തിലുള്ള വിശാലമായ സ്വഭാവം നമുക്ക് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊക്കെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഭാവം സ്വീകരിച്ച അഹ്നഫ് ഇബ്നു ഖൈസിനോട് ചോദിച്ചു, നിങ്ങളുടെ സ്വഭാവം നല്ല സ്വഭാവമാണല്ലോ, അപ്പൊ നിങ്ങൾ ആരിൽ നിന്നാണ് ഈ സ്വഭാവം പഠിച്ചത്? മിമ്മൻ തഅല്ലംതൽ ഖുലുഖ, നിങ്ങൾ ഈ സ്വഭാവം ആരിൽ നിന്ന് പഠിച്ചു? അത്ഭുതപ്പെട്ടു പോകാറുണ്ട് പലരുടെ സ്വഭാവം കണ്ട്. പഠിച്ചോനെ, അങ്ങനൊന്നും നമുക്കാവാൻ കഴിയുന്നില്ലല്ലോ, അങ്ങനൊന്നും നമുക്കാവാൻ കഴിയുന്നില്ലല്ലോ. ചിലപ്പോൾ വീട്ടിലേക്കാണ്ട് പല പ്രശ്നങ്ങളായിട്ട് വീട്ടിലേക്കാണ്ട് കയറി ചെല്ലുമ്പോ ഭാര്യ പറഞ്ഞ് നമ്മൾ മറന്നിട്ടുണ്ടാവും. അത് അബദ്ധത്തിൽ മറന്നു പോയതാണ്. പല പ്രയാസങ്ങളും ഉണ്ടാവുന്നു. നമ്മളാണുങ്ങളല്ലേ, അങ്ങാടി ചെന്നപ്പോ ചിലപ്പം ദേഷ്യം പിടിച്ച എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഭാര്യ പറഞ്ഞത്, ഭാര്യയാണെങ്കിൽ അത് കാത്തിരിക്കുക. സാധനം കൊണ്ടുകൊടുത്തപ്പോ ഒറ്റ ചാട്ടം, അതെവിടെ? അപ്പൊ അതിനേക്കാളും വലിയ ചൂടില്ല നമ്മൾ ഇവിടുന്ന് പോണത്. അപ്പൊ ആ ചൂടിൽ ഇത് കൂടി കേട്ടാല് ഞാൻ ഭർത്താവ്, ഓള് ഭാര്യയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതിനൊക്കെ എനിക്ക് ഒഴിവുള്ളൂ, ഇനി പോയി മേടിച്ചോ.
എന്നെ കൊണ്ട് നിനക്കൊക്കെ എങ്ങനെ ഇപ്പൊ ഞാൻ വരുന്നതെന്ന് അറിയപ്പം ആരെല്ലാം കൂടി തലയിൽ ഗേറ്റിന്റെ തലയിൽ ഒഴുതുമാല ഉണ്ട് ഇപ്പൊ അതേറ്റുകൂടി ഇറക്കി വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇതൊരു എവറസ്റ്റ് കൂടി എന്റെ തലയിൽ കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ അവിടെയാണ് നമ്മളെ സ്വഭാവത്തിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത്. ഇത് പറഞ്ഞില്ലേ എപ്പൊ കൊടുത്തരാം എപ്പൊ കൊടുത്തരാം. അപ്പൊ നല്ല ഭാര്യനെ എന്താ വേണ്ട, നമുക്ക് പിന്നെ എപ്പോഴും കയറിയിട്ടല്ലേ ഉള്ളൂ, വെള്ളം കുടിച്ചോളി, നല്ല ഭാര്യയാണ്. മറ്റൊരാണെങ്കിൽ നിങ്ങളിപ്പോ തന്നെ കുറഞ്ഞ പറഞ്ഞേക്കും. പക്ഷെ ഇത് പറയാൻ ചൊറുക്കുള്ള വാക്കാണത്. പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ കഴിയണം, പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ കഴിയണം. അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഏത് മനസ്സുണ്ടാവുമ്പോ ഞാൻ ബുദ്ധിമുട്ട് സഹിച്ചാലും മറ്റുള്ളവർ സന്തോഷിക്കട്ടെ എന്നൊരു ചിന്ത ഉണ്ടാവുമ്പോഴേ ഇത് വരുള്ളൂ. ഞാനിതൊക്കെ സഹിക്കേണ്ടവനാണ്, ഞാൻ പുരുഷനല്ല, ഞാൻ വീട്ടിന്റെ ആളല്ലേ, ഞാൻ തന്നെയല്ലേ സഹിക്കേണ്ടത്, ഞാനല്ലേ കൊടുത്തു കൊടുക്കേണ്ടത്. അവൾക്കത് പറയാനുള്ള അവകാശമുണ്ട്, ഓളിന്റെ ഭാര്യയല്ലേ, എന്റെ കുട്ടികളെ ഉമ്മല്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടല്ലേ ഓള് പറയണത് എന്നൊരു ചിന്ത ഉണ്ടെങ്കിലേ ആ സ്വഭാവം വരുള്ളൂ. മറ്റത് ഏതല്ല, ഞാൻ ആരാ എന്നോടിപ്പം അങ്ങനെ കേറിയിട്ട് വരുമ്പോ എന്റെ പേരേക്കിട്ട് കേറി വരുമ്പോ ഇതെല്ലാം കൂടി പറയാനും വളാരാ എവിടുന്ന് കയറി വന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ ചിന്തയിൽ നിന്നിട്ടാണ് അത് വരിക. സുബ്ഹാന ജല്ല ജലാലുഹു അഹ്നൂബ് ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ ആരിന്നാണ് നല്ല സ്വഭാവം പഠിച്ചത്? അപ്പൊ പറഞ്ഞു, മിൻ ഖൈസ് ഇബ്നു ആസിമിൻ മിൻകരി, എന്റെ ഉസ്താദ് ഖൈസ് ഇബ്നു ആസിമിൻ മിൻകരിന്റെ വക്കൽ നിന്നാണ് പഠിച്ചത്. നല്ല ഉസ്താദുമാരെ കൂട്ടത്തിൽ കൂടിയാൽ, ഒരിക്കൽ ഞാൻ എൻ്റെ ഉസ്താദ് തിരുവങ്ങാടി വാപ്പുസ്താദിന്റെ പെരേ ചെന്നപ്പോ ഉസ്താദിനെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് ഞങ്ങൾ പോകും. അങ്ങനെ ചെന്നില്ലെങ്കിൽ ഉസ്താദിന് ഭയങ്കര പ്രയാസം, ഇടക്കിടക്ക് ചെല്ലണം. ചെന്നിട്ട് ഇങ്ങനെ വിഷയങ്ങളൊക്കെ അന്വേഷിച്ച് കുറച്ച് സംസാരിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ആര് ചെന്നാലും ചായ കൊടുക്കും. ഒരു ദിവസം ചെന്നപ്പോ ഉസ്താദ് ഇങ്ങനെ അവിടെ നടന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ട് അവിടെ വീട്ടില്. അപ്പൊ അവിടെ ഇങ്ങനെ ഉസ്താദിനോട് കൂടുതൽ സംസാരിക്കാൻ പറ്റിയ സമയമില്ലാന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അവിടെ വീട്ടിൽ എന്തോ മരുമക്കളോ അല്ല ഇവരൊക്കെ സംബന്ധിച്ച് എന്തോ ഒരു സ്വരച്ചേർച്ച അതിന്റെ പ്രശ്നമാണ്. മരുമകളുടെ ഒപ്പം വന്നിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ ആകത്തുക മരുമകൾക്ക് അനുകൂലമായിട്ട് ഉസ്താദ് സംസാരിക്കും, ഉസ്താദിന്റെ മരുമകൾക്ക് അനുകൂലമായിട്ട് ഉസ്താദ് സംസാരിക്കുന്നു. ആ മരുമകളുടെ ഉപ്പ മരുമകൾക്ക് സ്വന്തം മകൾക്ക് എതിരായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ആ മരുമകൾക്ക് ഒപ്പിച്ച് സംസാരിക്കുകയാണ് ഉസ്താദ്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അപ്പൊ ഇയാൾ വന്നാൾ പറയും, വാപ്പൊക്ക അങ്ങനല്ല, വാപ്പൊക്ക ഇഞ്ചെന്ന് അങ്ങനെ 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 പറയല്ലേ, അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് മരുമകൾക്ക് എവിടെങ്കിലും ഉണ്ടാവും സ്വന്തം മകൾക്ക് എതിരായിക്കൊണ്ട് സ്വന്തം മകളുടെ ആ പ്രവൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് വാപ്പ സംസാരിക്കുമ്പോ അമ്മോശൻ ആർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക? ഈ മരുമകൾക്ക് സംസാരിക്കുക. അതാണ് ഉസ്താദിന്റെ സ്വഭാവം. ഭയങ്കര സന്തോഷമുള്ള സഹനശക്തിയുള്ള സ്വഭാവമായിരുന്നു ബഹുമാനപ്പെട്ട തിരുവങ്ങാടി ഉസ്താദുകൾക്ക് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. വളരെ അപൂർവമായിട്ട് ദേഷ്യം പിടിക്കുള്ളൂ, വളരെ അപൂർവമായിട്ട് ദേഷ്യം പിടിക്കുള്ളൂ. ഏത് വിഷയവും ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തൊരു പ്രകൃതിക്കാരനാണ്. അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഈ നല്ല സ്വഭാവം എവിടുന്ന് കിട്ടി? അത് കിട്ടണമല്ലോ, നല്ല സ്വഭാവം കിട്ടണമെങ്കിൽ കുറെ ചരിത്രങ്ങൾ കേൾക്കണം. നല്ല ഔലിയാക്കന്മാര് ചരിത്രങ്ങൾ കേട്ടാൽ കുറെ നല്ല സ്വഭാവത്തിലേക്ക് എത്തും. അതേമാതിരി അങ്ങനത്തെ അബ്ദുല്ലാഹി യാഫി തങ്ങളെ പോലത്തെ ആൾക്കാരോടൊക്കെ ചരിത്രങ്ങൾ കേട്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കുറേശ്ശെ മാറാൻ തുടങ്ങും. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, എന്റെ ഉസ്താദ് ഖൈസ് ഇബ്നു ആസിമിൽ മിൻകരി എന്ന് പറയുന്ന ആളിൽ നിന്നാണ് എനിക്ക് നല്ല സ്വഭാവങ്ങൾ കിട്ടിയത്. അപ്പൊ ചോദിച്ചു, ഒമാ ബലാ മിൻ ഖുലുഖിഹി, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സ്വഭാവം ഏതാ? അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നിങ്ങൾ ഉസ്താദ് ഖൈസ് ഇബ്നു ആസിമിൽ മിൻകരിയുടെ ആ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ച സ്വഭാവം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഖാല ബൈനമാ ഹുവ ജാലിസുൻ ഫീ ദാരിഹി ജാഅത് ഖാദിമത്തുൻ ലഹു ബിശിവാഇൻ, അദ്ദേഹം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനുണ്ട് കൂടെ. വീട്ടിലിങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വേലക്കാരത്തി പെൺകുട്ടി ഒരു വേവിച്ച ഇറച്ചിയുമായി വന്നു. വേവിച്ച ഇറച്ചി നല്ല ചൂടുള്ള ഇറച്ചിയാണ്. ആ ഇറച്ചി ഒരു പാത്രത്തിൽ ഇദ്ദേഹത്തിന് കൊടുത്തതാണ്. അവര് അറബികളും സൂഫിയാക്കളും ആൾക്കാർ ഈ ഇറച്ചി മാത്രം തിന്നു, ഒന്നുമില്ലാതെ, അതിന്റെ കൂടെ ഒന്നുമില്ലാതെ ഇറച്ചി മാത്രം തിന്നു. അപ്പൊ ഒരു വേവിച്ച ഇറച്ചി ഒരു പാത്രത്തിലാക്കിയിട്ട് അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഫസഖത്തമി യദിഹ, അവളെ കയ്യിൽ നിന്ന് അത് വീണുപോയി. ആ പാത്രം വീണു. അല്ല ബിനില്ലഹു, ഈ മഹാനായ ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു ആകുന്ന മഹാനവരോടെ ഒരു ചെറിയ കുട്ടി, ഒരു പൈതൽ ഉണ്ടായിരുന്നു അവിടെ. ആ പൈതൽ മടിയിലോ
അല്ലെങ്കിൽ തൊട്ടടുത്തോ എവിടെ ഇരുന്നിരുന്നോ ആ പൈതലിന്റെ തലേക്കാണ് ഇത് വീണത്. തലേക്ക് വീടുന്നല്ല ഫമാത്ത, ആ കുട്ടി മരിച്ചുപോയി. ഒരുപക്ഷെ അത് കനണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചൂടുണ്ടായിട്ടുണ്ടാകും. ഈ പാത്രം അതിന്റെ തലേക്ക് വീണപ്പോ അത് മരിച്ചുപോയി. ദഹിഷ്യത്തിൽ ജാരിയത്തു. അപ്പൊ ഈ പെൺകുട്ടി ആകെ കൊണ്ട് വിഷമിച്ച് ആകെ, കാരണം ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ പെൺകുട്ടിയാണെങ്കിലോ വേലക്കാരത്തിയാണ്, വേലക്കാരത്തി പെണ്ണാണ്. തന്റെ യജമാനക്ക് കൊടുത്താണ്, യജമാന്റെ കുട്ടിന്റെ തലന്റെ മേലെ അത് വീണിക്കണത്. ഇവിടെ ആകെ ബേജാറായിട്ട്, ഇടിവെറ്റേറ്റതുപോലെ നമ്മൾ പറയില്ലേ, ഓളിങ്ങനെ ആകെ ബേജാറായിട്ട് കിതാബിൽ കാണും ദഹിഷ്യത്തിൽ ജാരിയത്തു. അപ്പൊ ഖൈസർ റളിയല്ലാഹു അൻഹു ചെയ്ത പണി എന്താണെന്നറിയോ? ഫഖാല ലഹാ ലാ റൗഅ അലൈകി, മോള് പേടിക്കണ്ട, അജി പേടിക്കണ്ട, അജി പേടിക്കണ്ട. ലാ റൗഅ, അല്ലാഹുവിന്റെ തീരുമാനം, ലാ റൗഅ അലൈകി, അജി പേടിക്കൊന്നും വേണ്ട. അന്തി ഹുർറത്തുൻ ലിവജ്ഹില്ലാഹ്, ഞാൻ അന്നെ എത്തിക്ക് നിന്ന് മോചിപ്പിച്ചിരിക്കുന്നതാണ്. ഇതൊരു അടിമ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പേടിക്കുന്നത്. നീ എന്താ കാട്ട്, എന്താ എന്നെ കാട്ടുക, എന്ത് ചെയ്യും? വാന്തി ഹുറുൻ ഹുർറത്തുൻ ലിവജ്ഹില്ലാഹി തആല, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി നീ ഹുർറത്താണ്, നിന്നെ ഞാൻ എത്തിക്ക് ചൊല്ലി മോചിപ്പിച്ചിരിക്കുന്നത്. ഇത് എന്നെ വല്ലാതെ ആകർഷിപ്പിച്ചു. ഏതായിരുന്നാലും മഹാനൂറുകളുടെ മകൻ മരിച്ചതിൽ വലിയ ദുഃഖവും വേദനയൊക്കെ ഉണ്ടാവും. ആ ദുഃഖം ഈ പെൺകുട്ടിന് എന്തെങ്കിലും ചെയ്തത് കൊണ്ടിട്ട് ആ ദുഃഖം ചെയ്തായി പോലല്ലോ. ഓളും കൂടി ദുഃഖിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടാൻ പോണത്? അതാണ് അവിടെ ചിന്ത പോയത്. ഞാൻ ഏതായാലും ദുഃഖിക്കണം, എനിക്കേതായാലും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ട്, അത് ഞാൻ സഹിക്കാം. ഇവളുടെ വക്കൽ നിന്ന് ഒരു കയ്യബദ്ധം വന്നതാണ്, മനഃപൂർവ്വം പാരും ചെയ്യൂലപ്പോ ഒരു കയ്യബദ്ധം വന്നതാണ്. ആ അബദ്ധത്തിൽ ഞാൻ ഇവളെ ശിക്ഷിച്ചാൽ ഓള് ദുഃഖിക്കുകയായി. നേരെ മറിച്ച് ഞാൻ അവളെ വെറുതെ വിട്ടാൽ ഓള് സന്തോഷിക്കുകയായി. അതാണ് അവരുടെ ചിന്ത പോയത്. ഓള് സന്തോഷിക്കും, ഞാൻ വിഷമിച്ചാലും മറ്റൊരാള് സന്തോഷിക്കട്ടെ, അവരെ വക്കൽ നിന്നൊരു സന്തോഷം ഉണ്ടാവട്ടെ. അതെന്റെ അടിമയായിരുന്നാലും ശരി, അള്ളാന്റെ അടിമയല്ല, അള്ള സൃഷ്ടിച്ചൊരു സാധനല്ലേ, അള്ള സൃഷ്ടിച്ചൊരു പടപ്പല്ലേ, ആ പടപ്പ് സന്തോഷിച്ചോട്ടെ. ആ പെൺകുട്ടിന്റെ മനസ്സിലുള്ള സന്തോഷത്തിലായിരിക്കും. ആ സന്തോഷം കണ്ടിട്ട് ഈ മഹാനായ ഖൈസ് ഇബ്നു ആസിമിന്റെ ദുഃഖം കുറയും, നമ്മുടെ ദുഃഖങ്ങൾ കുറയും. മറ്റുള്ള ഒരാളുടെ സന്തോഷം കണ്ടാൽ നമ്മുടെ ദുഃഖങ്ങൾ കുറയും. മറ്റുള്ള ആളെ സന്തോഷം കാണാൻ നമുക്ക് അവസരം വേണമെന്ന് മാത്രം. എപ്പോഴും നമുക്ക് സംഭവിക്കുന്ന അങ്ങനെയാണ്. ദേഷ്യം പിടിച്ച് അങ്ങോട്ട് പറയും, കുറച്ച് കഴിഞ്ഞാൽ തണുക്കും, അത് വേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ തോന്നും. പിന്നെ തോന്നിയിട്ട് എന്താ കാര്യം? അത് അവിടെ ക്ഷമിക്കാൻ കഴിയണ്ടേ? അപ്പോ മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദിൽ നിന്നിട്ട് ലഭിച്ച ഈ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സലാമിനെ സംബന്ധിച്ച് ഇനി കുറച്ചുകൂടി നമുക്ക് പറയാനുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സലാം ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയലാണ് ഏറ്റവും അഫ്ദലായ രൂപം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എപ്പോഴും സലാം ചെല്ലുക, അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറയാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വൽ അഫ്ദലു. കിതാബിൽ കാണാം, സയ്യിദുൽ ബക്കരി ആനത്ത് താലിബിൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അഫ്ദലായ രൂപം, സലാം ചെല്ലുന്നതിലെ അഫ്ദലായ രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് ഏറ്റവും അഫ്ദലായ രൂപം. സലാം പറഞ്ഞയക്കൽ സുന്നത്താണ്. അപ്പോൾ നമ്മളെ വാപ്പൊക്കെ എപ്പോഴും അത് ചെയ്യാറുണ്ടായിരുന്നു, സലാം പറഞ്ഞയക്കും. വലിയവർക്കൊക്കെ പോകുമ്പോൾ എല്ലാ ഉസ്താദന്മാർക്കും സലാം പറഞ്ഞാളെ എന്ന് പറയും. പക്ഷെ അവിടെയൊക്കെ പറയരുത് സലാം പറഞ്ഞാളെ എന്നേ പറയും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാളെ എന്ന് പറയലില്ല. ആ വിഷയത്തിൽ നമ്മുടെ ഷാഫി മദ്ഹബിലെ രണ്ട് അഭിപ്രായമുണ്ട്. സലാം പറഞ്ഞയക്കുമ്പോൾ എന്ത് പറയണം? എൻ്റെ ഒരു സലാം അബൂബക്കറിന് എൻ്റെ ഒരു സലാം പറഞ്ഞാളെ, അപ്പാക്ക് എൻ്റെ ഒരു സലാം പറഞ്ഞാളെ എന്ന് പറഞ്ഞാൽ മതിയോ? അതല്ല അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാളെ എന്ന് പറയണോ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാളെ എന്ന് പറയണം. ഇമാം മുഹമ്മദ് റംലി റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, ഒന്നിരിക്കൽ ഈ പറഞ്ഞയക്കുന്ന വ്യക്തി അസ്സലാമു അലൈക്കും എന്ന് പറയണം, അല്ലെങ്കിൽ ഈ ദൂതൻ മറ്റൊരാളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉസ്താദ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിരിക്കണമെന്ന് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. നീ ഏൽപ്പിക്കുന്ന വ്യക്തി അസ്സലാമു അലൈക്കും എന്ന് പറയണം, അല്ലെങ്കിൽ ആ ദൂതൻ മറ്റാൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അയാൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്ന് മുഹമ്മദ് റംലി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമുണ്ട്. പക്ഷേ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത് അത് വേണ്ട, ഇത് മാത്രം പറഞ്ഞാൽ മതി. ഈ പറഞ്ഞയക്കുന്ന വ്യക്തി നീ സലാം പറഞ്ഞാളെ
ഈ സലാമ് വാപ്പാക്ക് പറഞ്ഞാളെ എന്ന് പറയുമ്പോൾ ഈ മകൻ വാപ്പാനെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇന്നാലിന്നാണ് സലാം പറഞ്ഞിരിക്കുന്നു. രണ്ടു കൂട്ടരും സലാമി എന്നുള്ള വാക്ക് മാത്രം പറഞ്ഞാൽ മതി. സലാം ഹദീസുകളിലൊക്കെ കാണാം, നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുത്തേറ്റുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു മെഹ്റാബ് എന്നാണല്ലോ കുത്തേറ്റത്. 4 ഖലീഫമാരെ കൂട്ടത്തിൽ 3 ആളും കൊല്ലപ്പെട്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റതാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറുത്തതാണ്, അലി റളിയല്ലാഹു അൻഹു കുത്തേറ്റിട്ടാണ് മരിക്കുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മാത്രമാണ് സാധാരണ രൂപത്തിൽ മരിച്ചത്. ബാക്കി 3 ഖലീഫമാരും കുത്തേറ്റിട്ടാണ് മരിച്ചത് അപകടത്തിൽ. ആ 3 ഖലീഫമാർക്കും കുത്ത് നൽകിയതൊക്കെ മുസ്ലിമീങ്ങൾ തന്നെയാണ്. ഭരണപരമായ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് അന്ന് അതൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ കുത്തിയിട്ടിട്ട് കിടക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആയിഷ ബീവിന്റെ അടുത്ത് ചെല്ലണം. ആയിഷ ബീവിന്റെ അടുത്ത് ചെന്നിട്ട് ആദ്യം ആയിഷ ബീവിനോട് സമ്മതം ചോദിക്കണം, അദബ് പറഞ്ഞു കൊടുക്കണം, എങ്ങനെ പോകേണ്ടതെന്നുള്ള അദബ് പറഞ്ഞു കൊടുക്കണം. സഹീഹ് മുസ്ലിമിൽ കാണാം ഈ ഹദീസ്. അങ്ങനെ സമ്മതം ചോദിച്ചിട്ട് സമ്മതം കിട്ടിയാൽ അകത്ത് പോയിട്ട് ആയിഷ ബീവിയോട് പറയണം. ആദ്യം പറയണം യുഖ്രിയുക ഉമർ അസ്സലാം, ഉമർ അസ്സലാം എന്ന് പറഞ്ഞു, സലാം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. അവിടെയും പറഞ്ഞ അങ്ങനെ ഉമർ അസ്സലാം, സലാം പറഞ്ഞിരിക്കുന്നു. വലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്ന് പറയണ്ട. ഏത് പറഞ്ഞാൽ മതി? ഉമർ എന്ന് പറഞ്ഞാൽ മതി. അമീറുൽ മുഅ്മിനീൻ എന്ന് പറയണ്ട, ഉമർ എന്ന് പറഞ്ഞാൽ മതി. ഇന്നി ലസ്തു അമീറൻ ലിൽ മുഅ്മിനീൻ, ഞാൻ ഇപ്പൊ അമീറുൽ മുഅ്മിനീൻ അല്ലല്ലോ, ഞാൻ കുത്തേറ്റ് കിടക്കല്ലേ, ഞാൻ അമീറുൽ മുഅ്മിനീൻ ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ എന്ന് പറയരുത്. അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേരെന്നെ വിളിച്ചു തുടങ്ങിയത് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം മുതൽക്കാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം മുതൽക്കാണ് അങ്ങനെ പേരെന്നെ വിളിച്ചു തുടങ്ങിയത്. ഞാൻ അമീറുൽ മുഅ്മിനീൻ ഒന്നും അല്ല അപ്പൊ, അതുകൊണ്ട് അത് പറയണ്ട. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കണം, ആയിഷയോട് ചോദിക്കണം, ഇസ്തഗ്ദിൻ ഉമർ, ഉമർ അനുവാദം ചോദിക്കുന്നുണ്ട്, അയ്യുദ്ഫന മഅ സാഹിബൈഹി. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ 2 കൂട്ടുകാരായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവർ 2 പേരും കിടക്കുന്ന ആ സ്ഥലത്ത് ഓരോ കൂട്ടത്തിലൊന്ന് എനിക്കും കിടക്കണം. അവിടെ ഒരു ഖബറിനൊരു സ്ഥലമുണ്ട്, അത് എനിക്ക് തരുമോ എന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്, അത് പറയണം, അത് സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മകൻ അബ്ദുല്ലാഹി ഉമർ ആയിഷയുടെ അടുത്ത് ചെന്നു. ആയിഷ ബീവി ഇരുന്ന് ഇങ്ങനെ കരയായിരുന്നു എന്നാണ്. ആയിഷ ബീവി കരയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റു. മുസ്ലിം ഭരണാധികാരിയല്ലേ, എത്ര വലിയ ധീരനാണ്. അക്രമം കൊണ്ടോ അല്ലെങ്കിൽ ആയുധബലം കൊണ്ടോ ഒന്നുമല്ല മുസ്ലിമുകൾ എന്നും ഉന്നതിയിൽ എത്തുന്നത്. ബുദ്ധിപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ദീൻ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ബുദ്ധിപരമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ആയുധപരമായിട്ടോ കായികപരമായിട്ടോ അല്ല നമുക്കെപ്പോഴും മുന്നിൽ ഉണ്ടാവുന്നത്. നമ്മളെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ബുദ്ധിപരമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ അതിജയിക്കാൻ, നമ്മൾ തോൽപ്പിക്കാൻ മറ്റാർക്കും സാധിക്കൂല. അതാണ് വഅൻതുമുൽ അഅലൗന എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. എന്നല്ലാതെ എപ്പോഴും യുദ്ധത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളിലൊക്കെ എപ്പോഴും നമ്മൾ മുന്നിട്ട് നിൽക്കും എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. ആരാണ് ഈ കൊല്ലപ്പെട്ടത്? ഉമർ റളിയല്ലാഹു അൻഹു ആരാ? ഒരു ഭാഗത്തു കൂടെ നടന്നു പോകുമ്പോൾ ശൈത്താൻ തന്നെ മാറിപ്പോകുന്ന അത്രക്ക് ധീരനായ വ്യക്തിയല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതും ആ കുത്തിയ വ്യക്തിയല്ലാത്ത മുഴുവൻ ആളുകളും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളാണ്. പള്ളിയിൽ ആ കുത്തിയൊരു വ്യക്തി മാത്രമേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ എതിരാളിയുള്ളൂ. ഒരൊറ്റ വ്യക്തി നിറഞ്ഞു നിൽക്കുന്ന ആ നിസ്കാരത്തിന്റെ സമയത്തുള്ള മുഴുവൻ ആൾക്കാരും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആൾക്കാരാണ്. ഒരൊറ്റ വ്യക്തിയാണ് കുത്തിയത്. അപ്പോൾ ഒരാള് വിചാരിച്ചാൽ ഒരു വലിയ ആളെ നശിപ്പിക്കാനൊക്കെ സാധിക്കും. അതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ്. ഈ 3 ഖലീഫമാരും ഇക്കൊലത്തിലാണ് മരിച്ചത് എന്നുള്ള വലിയ പാഠാണ്. അപ്പോ അബ്ദുല്ലാഹി ഉമർ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വന്നതാണ്, ഇപ്പൊ പറഞ്ഞയച്ചതാണ്, ഇപ്പൊ നിങ്ങൾക്ക് അസ്സലാം സലാം ആദ്യം പറഞ്ഞ അങ്ങനെ, ഇപ്പൊ നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട്, ഇപ്പൊ ഇങ്ങനെ ഒരു സമ്മതം ചോദിക്കുന്നുണ്ട് വെച്ചു. അപ്പൊ പറഞ്ഞു, ഞാനത് എനിക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. ലഊസിറന്നഹുൽ യൗമ അലാ നഫ്സി, അതുകൊണ്ട് ഇന്ന് ഉമർ അങ്ങനെ ഒരു വിഷയം പറഞ്ഞതല്ലേ, ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ സ്ഥലം കൊടുക്കുന്നു. ആയിഷയുടെ സ്വന്തം സ്ഥലമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം സ്ഥലം. എന്തോ ഒരു വാക്കാണ് ആയിഷ എന്ന് പറഞ്ഞത്.
കുന്തു നവൈതുഹു ലി നഫ്സി, ഞാൻ എൻ്റെ സ്വന്തം നഫ്സിന് വേണ്ടി ഞാൻ അത് കരുതി എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാ. ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ്, മറ്റൊരു മുത്തു റസൂൽ എന്റെ ഭർത്താവാണ്. ഓരോ കൂട്ടത്തിൽ കെടുക്കാൻ വേണ്ടി എനിക്ക് എന്തുകൊണ്ടും അർഹതയുണ്ട്. ഞാൻ എനിക്ക് മാറ്റിവെച്ച അള്ളാന്റെ ദുനിയാവിൽ തുല്യതയില്ലാത്തൊരു സ്ഥലം എന്തേ കൊടുക്കണമെന്ന് നോക്കണം. കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടും ആ സ്ഥലം? ഒരു മുഅ്മിനായ മനുഷ്യനെ സഹായിക്കുന്ന രൂപമാണ്, ഒരു മുഅ്മിനിന്റെ ആഗ്രഹം നിർവഹിച്ചു കൊടുക്കുന്ന രൂപമാണ്. നല്ല 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 മനുഷ്യന്മാരുണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അവരോട് എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രയാസങ്ങളൊന്നും അവരിങ്ങോട്ട് പറയില്ല, അവരെ നിർവഹിച്ചു കൊടുക്കും. അപ്പൊ യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അതൊക്കെ ഒരു നിർവഹിച്ചു കൊടുക്കും. ഒരു ഇങ്ങോട്ട് തിരിച്ചൊന്നും പറയില്ല. അവർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ചില ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് പറയുമ്പോഴത്തേക്ക് അവരുടെ വിഷമങ്ങളും ഇനി വരാൻ പോണ വിഷമങ്ങളും കഴിഞ്ഞു പോയ വിഷമങ്ങളും എല്ലാം കൂടി ഇങ്ങോട്ട് പറയും. അതല്ല നല്ല സ്വഭാവം. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മളെ വിഷമങ്ങൾ നമ്മൾ മറച്ചു വെക്കുക, അള്ളാഹുവിനോട് പറഞ്ഞാൽ മതിയല്ലോ. നമ്മളെ കൊണ്ടാകുന്നത് നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മക്കളില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി വഫാത്തായിട്ട് കാലത്തറായി. പിന്നെ വാപ്പിയും ഇവർ രണ്ടുപേരുടെ കൂട്ടത്തിൽ സ്വന്തം വീട്ടിൽ സ്വന്തം സ്ഥലത്താണ് കിടക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞത് കുന്തു ഖസത്തുഹു ലി നഫ്സി, ഞാൻ എന്റെ നഫ്സിന് വേണ്ടി സ്വന്തം ആവശ്യത്തിന് വേണ്ടി നീക്കി വെച്ചതാണ്. എന്നാൽ ഞാൻ എന്നത് ഉമറിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. ഹദീസിൽ കാണാം ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. അപ്പൊ ആരോ പറഞ്ഞു, അബ്ദുള്ള വന്ന് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഇർഫഊനി ഇലൈഹി, നിങ്ങള് റൂമിൽ വരാൻ നിൽക്കണ്ട, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഉമർ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ അബ്ദുള്ളാഹിനെ ചോദിച്ചോട്ടെ, എന്താ മറുപടി, എന്താ ചോദിച്ചോട്ടെ. അബ്ദുള്ളാഹിനെ കണ്ടപ്പോ, മോനുണ്ട് കണ്ടപ്പോ, മാലതേക്ക എന്താ 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 ഇജിപ്പ് എന്തേറ്റാ വന്നിക്കണ്, മാലതേക്ക് എന്താ പിജി വന്നിക്കണ്, എന്താ പനിക്ക് കിട്ടിയത്? അപ്പോ അബ്ദുള്ളാഹി പറഞ്ഞു, അല്ലദീ തുരീദുഹു, നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്താണോ തൃപ്തിപ്പെട്ടത് അത് ലഭിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഉമർ റളിയല്ലാഹു അൽഹംദുലില്ലാഹ്. എന്നെ വല്ലാതെ മാനസികമായി പ്രയാസപ്പെടുത്തിയിരുന്ന ഒരു വിഷയമാണിത്. എനിക്ക് മാനസികമായി വല്ലാത്തൊരു പ്രയാസമായിരുന്നു. എനിക്ക് അവിടെ കെടുക്കണം, മുത്തനബിന്റെ കൂടെ കെടുക്കണം. എന്റെ സാഹിബാണ്, അങ്ങനെ തന്നെ പറഞ്ഞു. എന്റെ രണ്ട് സാഹിബാണ്, എന്റെ രണ്ട് ഓരൊക്കെ ഒരു സ്നേഹത്തിന്റെ പവർ. എന്റെ രണ്ട് സാഹിബാണ് അവർ രണ്ടുപേരും, എനിക്ക് ഓരോ കൂട്ടത്തിൽ കെടുക്കണം. അതായിരുന്നു എന്നെ വല്ലാതെ ഹമ്മാക്കിയിരുന്നത്. വലിയ മാനസിക പ്രയാസം, എനിക്ക് വേറൊരു പ്രയാസവും ചെയ്തു അതായിരുന്നു. അത് അള്ളാഹ് സാധിപ്പിച്ചു തന്നല്ലോ. പക്ഷെ മോനെ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ മരിച്ചാൽ ഇതാ അന കുലീത്തു, അങ്ങനെ അറിഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നല്ല പറഞ്ഞ്, അള്ളാഹു എന്റെ അവധി അത് അവസാനിപ്പിച്ചാൽ, എന്റെ സമയം അവസാനിപ്പിച്ചാൽ, നിങ്ങൾ എന്റെ ജനാസ ആയിഷ ബീവിന്റെ അടുത്ത് കൊണ്ടേ വെച്ചിട്ട് ആയിഷ ബീവിനോട് സമ്മതം ചോദിക്കണം കേട്ടോ. ആയിഷ ഒന്നുകൂടി സമ്മതം ചോദിക്കണം, ഉമറുള്ളാഹിയുടെ മറവ് ചെയ്യട്ടെ, ഒന്നുകൂടി സമ്മതം ചോദിക്കണം. എന്നിട്ട് സമ്മതം തന്നിട്ടില്ലെങ്കിൽ റുദ്ദൂനി ഇലാ മഖാബിരിൽ മുസ്ലിമീൻ, പൊതു ശ്മശാനത്തിൽ എന്നെ കൊണ്ടുപോയി മറവ് ചെയ്തോളൂ, എന്നോട് ഒന്നുകൂടി സമ്മതം ചോദിക്കണം കേട്ടോ. അങ്ങനെ ഒരു ചെയ്തു. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അവിടെയും പറഞ്ഞത് ഒരു സലാം പറയണമെന്നാണ്. അപ്പൊ അങ്ങനെ സലാം കൊടുത്തയക്കുന്ന അവസരത്തിൽ അങ്ങനെ മതി. പക്ഷെ നല്ലത് ഏതന്നെയാണ് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പറയാണ് നല്ലത്. മുഹമ്മദ് റബീന്റെ അഭിപ്രായം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയാണ് നല്ലത്. ഇനി എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, ഈ ഒരു സലാം പറയണം കേട്ടോ, ബാപ്പാക്ക് ഒരു സലാം പറയണം. അവിടെ ചെന്നിട്ട് പോകാൻ പറഞ്ഞു, ബാപ്പ നിങ്ങൾക്ക് ഒരു സലാം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാലും മതിയാവും. പക്ഷെ അവിടെ നല്ലത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പറയലാണ് നല്ലത് എന്ന് മാത്രം. ഇൻഷാ അള്ളാഹ് ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നമുക്കിന്ന് ചായയും പലഹാരവും നൽകുന്നത് നമ്മളെ പറശ്ശേരി മുജീബ് ആണ്. അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പിതാവിന്റെ ഹദറത്തിലേക്ക് അതിന്റെ മിസ്ര സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മാതാവിന് ആഫിയത്തും സിഹത്തും സലാമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. കൺകുളിർമയുള്ള മക്കളായി അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ചെയ്ത എല്ലാ നിഅമത്തിലും അള്ളാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ധാരാളം ആൾക്കാർ നമ്മുടെ ഫദലുദ്ദീൻ അടക്കം, ഫദലുദ്ദീൻ ഡയാലിസിസ് ചെയ്യാണ്. ഒരു പനി വലിച്ചതാണ്, അപ്പോഴത്തേക്ക് 2 വൃക്കക്കും തകരാറായി, ഡയാലിസിസ് ചെയ്യാണ്. അതുപോലെ തന്നെ മറ്റു ചർലക്കുണ്ടിലെ ഒരു കുട്ടിയും അവിടെ ഡയാലിസിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മളവിടെ ഓതിയിരുന്ന സക്കരിയ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ 2 ദിവസം മുമ്പ് തിങ്കളാഴ്ചത്തെ ആ അമ്മ മഗ്‌രിബ് നിസ്കരിച്ചൊന്ന് കിടന്നതാ, പിന്നെ എണീച്ചിട്ടില്ല.
ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ്, ഒരു സോക്കോളം ഉണ്ടായിരുന്നില്ല. മഗ്‌രിബ് നിസ്കരിച്ച നിസ്കാര കുപ്പായത്തിൽ തന്നെ അടുക്കിടുന്നതാണ്. പിന്നെ നീച്ചിട്ടില്ല, മരിച്ചുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജല്ല ജലാലുവായ അള്ളാഹു ലോകരാജ്യത്തു നിന്ന്, ലബനാനിൽ നിന്നും ഫലസ്തീനിൽ നിന്നും മറ്റെല്ലാ പ്രദേശങ്ങളിൽ നിന്നും നമുക്ക് സന്തോഷമുള്ള വാർത്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മാലിന്യങ്ങളെയും ഇസ്ലാമിന്റെ അഴതാക്കളെയും അള്ളാഹു എല്ലാ നിലക്കും പരാജയപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഈ പറഞ്ഞ മഹാന്മാരുടെ സ്വഭാവം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി സൽസ്വഭാവയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും.